നമസ്കാരം. ഋഷിപ്രോക്തം ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പ്രേക്ഷകരുടെ ആവശ്യപ്രകാരം ഓരോ നക്ഷത്രക്കാരുടെയും നക്ഷത്രഫലത്തെ പറഞ്ഞു വരികയാണ്. അശ്വതി നക്ഷത്രക്കാരുടെ പുതുവർഷ സമ്പൂർണ്ണ നക്ഷത്രഫലത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞു കഴിഞ്ഞു. അതിന്റെ തുടർച്ചയായിട്ട് നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ കൊല്ലവർഷം 1200 ആണ്ട് എങ്ങനെ ഉണ്ടാകുമെന്ന് പരിശോധിക്കാം. ഭരണി നക്ഷത്രക്കാര് ശുക്രദശയിലാണ് ജനിക്കുന്നത്. ശുക്രദശ എത്ര വർഷം അവർക്ക് ശിഷ്ടദശയായി ലഭിക്കുമെന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവരുടെ സമയത്തെ നിർണ്ണയിക്കുന്നത്. ദശാകാലം കൂടി ചേർത്ത് വായിച്ചുകൊണ്ട് വേണം പൊതുവെ ഭരണി നക്ഷത്രക്കാരുടെ ഈ നക്ഷത്രഫലത്തെ കാണുവാനായിട്ട്. ശുക്രദശ ഏകദേശം പകുതി ലഭിക്കുമെന്ന് കണക്ക് കൂട്ടിയാൽ ഏകദേശം 10 വയസ്സ് വരെ ശുക്രദശയായിരിക്കും. അതിനുശേഷം 6 വർഷം, അതായത് 16 വയസ്സ് വരെ ആദിത്യദശയും ശേഷം 26 വയസ്സ് വരെ ചന്ദ്രദശയുമാണ്. അതിനുശേഷം 7 വർഷം ചൊവ്വാദശ, അതായത് ഏകദേശം 33 വയസ്സ് വരെ. അതിനുശേഷം 18 വർഷക്കാലം രാഹുർദശ, അതായത് ഏകദേശം 51 വയസ്സ് വരെ. അതിനുശേഷം 16 വർഷക്കാലം വ്യാഴദശ, അതായത് ഏകദേശം 77 വയസ്സ് വരെ. പൊതുവെ ആദിത്യദശയും ചൊവ്വാദശയും വ്യാഴദശയും ഒക്കെയാണ് ഭരണി നക്ഷത്രക്കാർക്ക് നല്ല സമയം. ചന്ദ്രദശയും രാഹുർദശയും ഒക്കെ അനുഭവിക്കുന്ന വ്യക്തികളാണ് ഭരണി നക്ഷത്രക്കാരാണെങ്കിൽ പൊതുവെ അവർക്ക് ഗുണഫലങ്ങൾ കുറയുന്ന വർഷമാണ് എന്ന് തന്നെ പറയണം. എന്നാൽ മറ്റ് ദശാകാലങ്ങളിലുള്ളവർക്ക് കൂടുതൽ ഗുണഫലങ്ങൾ ലഭിക്കുന്ന വർഷം തന്നെയാണ്. നമുക്ക് പൊതുവായിട്ടുള്ള ഫലത്തെ ഒന്ന് പരിശോധിക്കാം. പൊതുവെ രാജയോഗ തുല്യമായിട്ടുള്ള ഫലങ്ങൾ ലഭിക്കുന്ന വർഷമാണ് ഭരണി നക്ഷത്രക്കാർക്ക് കൊല്ലവർഷം 1200 ആണ്ട്. രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും ഒക്കെ പ്രവർത്തിക്കുന്നവർക്ക് അഭിമാനകരമായിട്ടുള്ള വർഷങ്ങളായിരിക്കും. ആദരവും അംഗീകാരവും ഒക്കെ ലഭിക്കുന്നതാണ്. വിജയം സുനിശ്ചിതമാണ് എന്ന് പറയാം. ഭരണി നക്ഷത്രക്കാർ മടിച്ചു നിൽക്കാതെ പുതിയ കാര്യങ്ങൾക്ക്, അതായത് അവരുടെ ലക്ഷ്യപ്രാപ്തിക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ടതാണ്. എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവരും മറ്റ് ടെക്നിക്കൽ വിഭാഗത്തിലൊക്കെ പ്രവർത്തിക്കുന്നവരും കമ്പ്യൂട്ടർ രംഗത്ത്, കൂടാതെ ആഡംബര രംഗം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും ഒക്കെ അനുകൂല വർഷമാണ്. ഇത്തരം മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് മുന്നോട്ട് പോയി വിജയം കൈവരിക്കാനായിട്ട് സാധിക്കുന്ന വർഷമാണ്. അതായത് പുതിയ സംരംഭങ്ങളൊക്കെ നടപ്പിലാക്കാൻ സാധിക്കും എന്നർത്ഥം. ഏത് മേഖലയിലുള്ള തൊഴിൽ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും തൊഴിലിൽ ഉയർച്ച ഉണ്ടാകും. തൊഴിൽ അന്വേഷിക്കുന്നവർക്കും തൊഴിലിൽ മാറ്റം ആഗ്രഹിക്കുന്നവർക്കും ഒക്കെയുള്ള ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ച് അനുകൂല വർഷമാണ്. ഭരണിക്കാർക്ക് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഫലം കാണുന്ന വർഷമാണ് എന്ന് പറയാം. കലാകായിക രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് കഴിവ് തെളിയിക്കാനും പേര്, പ്രശസ്തി എന്നിവയ്ക്കുമൊക്കെ സാഹചര്യം ഉണ്ടാകും. അവസരങ്ങളെല്ലാം പരമാവധി മുതലാക്കേണ്ടതാണ്. സ്ത്രീകളായിട്ടുള്ള ഭരണി നക്ഷത്രക്കാർക്കും കൊല്ലവർഷം 1200 ആണ്ട് അനുകൂലമാണ്. വിശേഷിച്ച് ചിത്രരചന, സാഹിത്യം എന്നീ മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് വിശേഷ ഗുണങ്ങൾ ലഭിക്കുന്നതാണ്. അഭിനേതാക്കൾ, സംഗീതജ്ഞർ എന്നിവരെ കൂടുതലായിട്ട് ജനങ്ങൾ ബഹുമാനിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. പേരും പ്രശസ്തിയും വർദ്ധിക്കുമെന്നർത്ഥം. കുട്ടികളായിട്ടുള്ള ഭരണി നക്ഷത്രക്കാർ മാതാപിതാക്കൾക്ക് അഭിമാനകരമായിട്ടുള്ള രീതിയിൽ പ്രകടനം കാഴ്ചവെക്കുന്നതാണ്. കുടുംബത്തിൽ നല്ല ആനന്ദവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നതാണ്. ഭരണി നക്ഷത്രക്കാരായിട്ടുള്ള മുതിർന്നവർക്കും അനുകൂല സമയമാണ്. രാഹുർദശ അനുഭവിക്കുന്ന ഭരണി നക്ഷത്രക്കാരാണെങ്കിൽ 2025 മെയ് മാസം വരെ രാഹുവിന്റെ ദോഷസ്ഥിതി മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടായേക്കാം. അതായത് അപവാദങ്ങൾ കേൾക്കുക, സന്ധിവാദം, ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അലർജീസ്, ചർമ്മ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്നീ രോഗങ്ങളൊക്കെ അലട്ടിയേക്കാം. അത്തരം കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധ വെച്ച് കഴിഞ്ഞാൽ മറ്റു ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് രാഹുർദശ ഉള്ള ഭരണി നക്ഷത്രക്കാരാണെങ്കിൽ സർപ്പപ്രീതി നിർബന്ധമായിട്ടും ചെയ്യുക. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ദശാകാലങ്ങളൊക്കെ അനുഭവിക്കുന്നവർക്ക് ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ പൂർണ്ണമായിട്ടും ലഭിക്കുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് പറയാനുള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റായിട്ട് അറിയിക്കുക. അടുത്ത ദിവസം നമുക്ക് കാർത്തിക നക്ഷത്രക്കാരുടെ പുതുവർഷ നക്ഷത്രഫലവുമായി കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.